ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്, ഇന്ന് ജനറൽ നഴ്സിംഗ് ഗവൺമെൻറ്റിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഓപ്ഷൻസിനെ കുറിച്ച് 2024 നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സംശയം ചോദിച്ച കുട്ടികൾക്കെല്ലാം ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ഫീസ് കുറവുള്ള കോളേജസ് കേരളത്തിൻ്റെ അകത്തും കേരളത്തിന് പുറത്തുമുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്തും INC റെഗുലേഷനുള്ള കോളേജ് വേണം, വളരെ ടീച്ചിങ് സപ്പോർട്ടുള്ള കോളേജ് എടുക്കുക, അല്ലെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് ഇപ്പോൾ GNM ഡിപ്ലോമയാണ്ട് പോസ്റ്റ് BC എടുക്കണമെങ്കിലും നല്ലൊരു ബേസ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കോളേജസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ GNM കേരളത്തിലല്ല കേരളത്തിന് പുറത്ത് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മദേഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബയോളജി ഗ്രൂപ്പായിട്ടുള്ള ആപ്ലിക്കൻസ് നിശ്ചയമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ GNM ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഗൈഡ് ലൈൻസ് വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രൊവിഷൻസിനെ കുറേ കുട്ടികൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കുറച്ച് പേര് സംശയങ്ങൾ ചോദിച്ചപ്പം അതിനെക്കുറിച്ച് സ്റ്റിൽ ഡൗട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി സംസാരിക്കുകയാണ്. അതായത് നമുക്ക് ഒരു ഏജിൻ്റെ ഒരു കാറ്റഗറി പറയുകയാണെങ്കിൽ നിശ്ചിതമായിട്ട് നമുക്ക് 17 വയസ്സിൽ കുറയാനോ 35 വയസ്സിൽ കൂടുവാനോ പാടില്ല. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിഭാഗക്കാർക്ക് 5 വയസ്സ് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. പിന്നെ അപേക്ഷാ ഫീസ് 250 വരെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ 75 രൂപ അടച്ചാൽ മതിയാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ dhs.kerala.gov എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഇതിൽ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾ കാസ്റ്റിനെ പ്രൂവ് ചെയ്യുന്ന പർട്ടിക്കുലർ റിസർവേഷൻ ബേസിസിൽ കാസ്റ്റിനെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള അനുബന്ധ സർട്ടിഫിക്കറ്റ്സ് അത് പൂരിപ്പിച്ച് അത് നിങ്ങൾ തപാൽ വഴി നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ നഴ്സിംഗ് സ്കൂളിലോട്ട് അയക്കാം. അപ്പം അവർ പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ നിർബന്ധിതമായിട്ട് നിങ്ങൾ ഈ ഇതിന് പ്രോസ്പെക്റ്റും മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്യുക, വെബ്സൈറ്റിൽ കയറിയിട്ട് കൃത്യമായിട്ട് വായിച്ചു. ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു രീതിയിലും പഠിക്കാൻ സാഹചര്യമില്ല, അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസ് എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി ഫിനാൻഷ്യൽ ഡൗൺ ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ +2 ബയോളജി സയൻസും കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് സീറ്റ് ലാബ്സ് ഉണ്ടെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഉന്നത മാർക്കും കേരളത്തിൽ തന്നെ നോക്കുന്നു. ഫിനാൻഷ്യലി നമുക്ക് ഒട്ടും സ്റ്റേബിൾ അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാമെന്നാണ് ഇതിൻ്റെ ഏറ്റവും ബെനിഫിഷ്യൽ ഫാക്ടർ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ചെറിയൊരു സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ അപേക്ഷ ഫോം നിങ്ങൾ ട്രഷറി പോയി ഈ പറയുന്ന എമൗണ്ട് അടച്ചതിന് ശേഷം ട്രഷറിയുടെ സ്ലിപ്പും ഡീറ്റെയിൽസും എല്ലാം ജൂലൈ 6-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ പർട്ടിക്കുലർ നഴ്സിംഗ് സ്കൂളിലേക്ക് സമർപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാർക്കിൻ്റെ എല്ലാ അനാലിസിസിലായിരിക്കും. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ളവർക്ക് തന്നെ പ്രിഫറബിളി ലഭിക്കുക. അപ്പോൾ പല കുട്ടികൾ ഇതിനു മുമ്പ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഡീറ്റെയിൽസ് പേഴ്സണലി അയച്ചു കൊടുത്തിട്ടുണ്ട്. കാര്യം അത്രമേൽ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരെ അപ്ലൈ ചെയ്ത് നഴ്സിംഗ് സ്കൂളിൽ പഠിക്കുന്ന പല കുട്ടികളുണ്ട്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ നിങ്ങൾക്ക് പരിചിതമാണ് ണെങ്കിൽ ജനറൽ നഴ്സിംഗ് ഡിപ്ലോമയാണെങ്കിൽ പിന്നീട് നമുക്ക് പോസ്റ്റ് BC ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പഠിക്കാൻ നല്ല സാഹചര്യം ഒട്ടുമേ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക. മറക്കാതിരിക്കുക, ജൂലൈ 6-ാം തീയതി വൈകുന്നേരത്തിന് മുമ്പായിട്ട് ഇത് നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അതാത് നഴ്സിംഗ് സ്കൂളിൽ എത്തിയിരിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്റ്റിലും SC/ST സംവരണ സീറ്റുകൾ എന്തുമാത്രം, SC BC കാറ്റഗറി, ഈഴവ മുസ്ലിം കാറ്റഗറി, മറ്റുള്ള പിന്നോക്ക വിഭാഗം ലാറ്റിൻ കാത്തോലിക്സ്, അങ്ങനെ ധീവര ഗ്രൂപ്പ്, വിശ്വകർമ്മ ഗ്രൂപ്പ്, കുശവൻ ഗ്രൂപ്പ്, അപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള OB വരുന്നത്. അങ്ങനെ നിങ്ങൾ ഏത് പർട്ടിക്കുലർ SC/ST കുട്ടികൾക്കാണെങ്കിലും പ്രിഫറൻസ് ഉള്ളത്. അപ്പോൾ എത്ര സീറ്റിന് അവൈലബിലിറ്റി ഓരോ നഴ്സിംഗ് സ്കൂളിൻ്റെയും അവൈലബിലിറ്റീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പർട്ടിക്കുലർ നിങ്ങൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതാത് നഴ്സിംഗ് സ്കൂളിലാണ് അയക്കേണ്ടത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ വരുന്നവർക്ക് ഉള്ളവരുടെ ഗൈഡ്, അതായത് ഞാൻ പറയാം, പ്രോസ്പെക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പ്രത്യേകിച്ച് റിസർവേഷൻ ബേസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പ്രോസ്പെക്റ്റ് വായിച്ച് അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡത്തിലുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യൽ നമ്മൾ അയച്ചു കൊടുത്തെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രോസ്പെക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷത്തിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ അർപ്പിക്കാൻ. അപ്പോൾ തഹസിൽദാറിൽ നിന്ന് വാങ്ങേണ്ട സർട്ടിഫിക്കറ്റ്സ് അതെല്ലാം അവർ പറഞ്ഞ മാനദണ്ഡം വന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അവരുടെ ജൂലൈ 6-ാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റ് നഴ്സിംഗ് സ്കൂളിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓവറോൾ സീറ്റ് അറൗണ്ട് 485 ആണ്. അതിൻ്റെ അകത്ത് കാറ്റഗറി റിസർവേഷൻ സീറ്റ്സ് ഓരോരോ നഴ്സിംഗ് സ്കൂളിൻ്റെ അവൈലബിലിറ്റിയുടെ ലിസ്റ്റാണ് ഈ കൊടുക്കുന്നത്. ഇതൊക്കെ പ്രോസ്പെക്റ്റിൽ നോട്ടിഫിക്കേഷൻ്റെ അത് ഉള്ളതാണ്. അപ്പോൾ അത് നോക്കിക്കണ്ട് നിങ്ങൾ റിസർവേഷൻ പെടുന്ന കുട്ടികൾ ആ രീതിയിൽ തന്നെ കണക്കാക്കി നിങ്ങൾ അയക്കാനും ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ പ്രോസ്പെക്റ്റ് ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസിൻ്റെ അത് വരിക. കാര്യം അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് എൻ്റെ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ പേജുകളിലാണ് എന്തൊക്കെ ഡീറ്റെയിൽസ്, ഓരോ കാസ്റ്റിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം, എത്ര സ്കൂൾ ഓഫ് നഴ്സിംഗ്, 485 സീറ്റ്സ്. അപ്പം അതുകൊണ്ട് തന്നെ സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി, പ്രവേശന രീതികൾ എങ്ങനെയാണ്, കാറ്റഗറി റിസർവേഷൻ വരുമ്പോഴേക്കും മെറിറ്റ് ബേസിസിലുള്ളതും എത്ര മാർക്കുള്ളവർക്കും അല്ലേ, എല്ലാ കാര്യങ്ങളും ഗൈഡ് ലൈൻസ് വളരെ ക്ലിയർ ആയിട്ട് മലയാളത്തിലാണ് കൊടുത്തത്, ആർക്ക് വായിച്ചാലും മനസ്സിലാവും. അവിടെ തീർച്ചയായിട്ടും നിശ്ചിതമായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ ഭിന്നശേഷി സംവരണ സീറ്റുകൾ എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മാനദണ്ഡത്തിൽ പെടുന്ന എല്ലാവരും അതിനോടനുബന്ധമായ സർട്ടിഫിക്കറ്റ്സ് വെച്ചാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഒത്തിരി ഡൗൺ ആയ കുട്ടികൾക്ക്, ഇതിനെക്കുറിച്ച് അറിയാത്തവർ, നിങ്ങൾക്ക് പരിചിതമായ കുട്ടികൾക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക. ജൂലൈ 6 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ.